കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള മടിയാണ് ഇത്രയും ദിവസം വൈകിപ്പിച്ചത്. ഗാലറിയിലുള്ള സ്ഥലപരിമിതി മൂലം ഇനിയും വൈകിക്കാതെ അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു. വീട്ടിലെല്ലാവരും ഉള്ളൊരു ദിവസമായിരുന്നു. വെറുതെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ദോശ സാമ്പാറൊക്കെ ഒരു വിഷയമായിട്ട് അങ്ങോട്ട് കയറി വന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ദോശ സാമ്പാറും തട്ടുകടയിൽ നിന്ന് തന്നെ കഴിക്കണം, ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയതാണ്. ഇക്കൂട്ടത്തിൽ എൻ്റെ കെട്ടിയോനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഇതൊരു ഫുഡ് വ്ളോഗാണ് കേട്ടോ. നല്ല ദോശയും സാമ്പാറും അതിൻ്റെ ഒരു ഭംഗിക്ക് ഓംലെറ്റും ചിക്കൻ ഫ്രൈയും എല്ലാം ഞങ്ങൾ അടിച്ച് കയറ്റിയിട്ടുണ്ട്. മക്കളൊക്കെ കണ്ടില്ലേ, ഭയങ്കര സന്തോഷത്തിലിരുന്ന് കാറിലൊക്കെ തന്നെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. തട്ടുകടയല്ലേ, അപ്പോൾ ഞങ്ങൾ ആ ഒരു വൈബ് ആസ്വദിച്ച് കഴിക്കുകയാണ്. പിന്നെ ഞാൻ അവരുടെ കൂടെ കയറിയില്ല, പിന്നെ എൻ്റെ കെട്ടിയവരുണ്ടല്ലോ. അപ്പോൾ ഞാൻ സുജീൻ്റെ ഒപ്പം തന്നെയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പാളയത്തു നിന്ന് നേരെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയി. ഇനി ബീച്ചിലുള്ള ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വയറ് ഫുള്ളായതുകൊണ്ട് ഓവർ അങ്ങോട്ട് ഫുഡൊന്നും കഴിച്ചില്ല. നല്ലൊരു പാൽക്കാവല്ലേ, അടിപൊളിയാണ് കേട്ടോ. പക്ഷെ മധുരം ഇച്ചിരി കൂടുതലാണ്, പക്ഷെ അതാണ് അതിൻ്റെ ഒരു വൈബ്. നല്ല ടേസ്റ്റ്, നല്ലൊരു സുഖമാണ് കേട്ടോ കുടിച്ച് കഴിയുമ്പോൾ. മമ്മി ഷുഗർ ഉണ്ടെങ്കിലും നല്ല മധുരമുള്ള പാൽക്കാവയൊക്കെ അടിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും അല്ലേ ഞങ്ങളും കണ്ണടച്ചു. മക്കൾക്ക് അതിൻ്റെ ഇടയിൽ ഗോലി സോഡയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് തുറക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ആ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു ഭംഗിക്ക് ഞങ്ങൾ 2 ഉന്നക്കായ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കഴിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഞാൻ നല്ല രീതിയിൽ ദോശ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഇനി എവിടെയെങ്കിലുമൊക്കെ പോകാമായിരുന്നു, പക്ഷെ വയറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചധികം ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. ആ പൂജൻ്റെ ഒക്കെ ഒരു ടൈം ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു. കുറച്ചധികം കഷ്ടപ്പെട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് ആദ്യം എത്തിയത് കേട്ടോ. പിന്നെ സുജി കുറച്ച് മക്കളെ ഫോട്ടോസൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ്, കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവരെത്തിയത്.